പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോകണം. ഇന്ന് ഈ തിരഞ്ഞെടുപ്പിന്റെ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള വിഷയം പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി ചന്ദ്രിക മുഖപത്രം വന്നതാണ്. നേരത്തെ വി എസ് രഞ്ജിത്ത് അത് വായിച്ചു കേൾപ്പിച്ചു പ്രേക്ഷകരെ. സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ സംഘപരിവാർ താൽപര്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൈത്താങ്ങ് നൽകുന്നുവെന്നാണ് വിമർശനം. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കേരളത്തെ സമാധാനത്തുരുത്തായി നിർത്തിയത് ശിഹാബ് തങ്ങളായിരുന്നു. തങ്ങളെ വിമർശിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ചെറുതാകുന്നുവെന്നും ചന്ദ്രികയിൽ വിമർശനമുണ്ട്. അതേസമയം സാദിഖ് അലി തങ്ങളുടെ മക്കിട്ട് കയറാൻ വന്നാൽ നോക്കി നിൽക്കില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും പ്രതികരിച്ചു. പ്രതികരണം ഒന്ന് കേട്ടുവരാം. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി, അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ കെ എം ഷാജി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ എ കെ അഭിലാഷ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പാലക്കാട് നേരത്തെ പറഞ്ഞ കോട്ടമൈതാനി വഴിയാണ്, ചുറ്റിയാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഇതിവിടുത്തെ ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലമാണ്. ട്രാഫിക് ഇപ്പോൾ ഈ സിഗ്നൽ ഉപയോഗിച്ച് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇടതുപോരം ചേർന്നാണ് നമ്മൾ നേരെ പോവുക. അപ്പോൾ നമ്മൾ ടൗൺ ഹാളിലേക്ക് പോകും. അതിന് മുമ്പ് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ കെ അഭിലാഷ്, പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമാണ് ലീഗ് പ്രവർത്തകർക്കും അണികൾക്കുമുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലീഗിൽ നിന്ന് ഈ സന്ദീപിന്റെ വരവോടുകൂടി ആടി നിന്നവരെ പോലും ലീഗിനോട് അടുപ്പിക്കുകയാണോ? അത് RSSന് ഒരു സഹായം നൽകുകയാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി ചെയ്തത് എന്ന രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉള്ളത്. സംഘപരിവാർ താൽപര്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൈത്താങ്ങ് നൽകുന്നു എന്നാണ് ചന്ദ്രികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അത് ലീഗിന്റെ നിലപാടായിരിക്കും സ്വാഭാവികമായും. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ലീഗുകാർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടോ അഭിലാഷ്? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി കണ്ണാടിയിൽ നടത്തിയ ആ പ്രസ്താവന, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഉള്ള പ്രവർത്തകനെ പോലെയാണ് സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരുന്നു. അതിൽ തുടർച്ചയായി തന്നെയാണ് കെ എം ഷാജി അതിരൂക്ഷമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നത്. കാരണം സംഘിയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബത്തിലുള്ള ഒരാൾക്ക്, സാദിഖ് അലി തങ്ങളെ പോലുള്ള ആൾക്ക് പാണക്കാട് കുടുംബമാണ് എന്നുള്ളൊരു പരിമിതിയുണ്ട്. ആ പരിമിതി ദുർബലതയായി കണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ഇവിടെ നോക്കി നിൽക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് കെ എം ഷാജി പറയുന്നത്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ CPM തമ്മിലുള്ള ആ ഊഷ്മളമായ ബന്ധത്തിന് വിള്ളൽ വരുന്നത്. ഇതിനെ തുടർന്ന് പിന്നീട് പലതരത്തിൽ പല സമയങ്ങളിൽ മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ മറ്റ് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരികയും ചെയ്തു. ഇതിനൊക്കെ ആ ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലുള്ള മറുപടിയൊക്കെ മുസ്ലിം ലീഗ് നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് PK കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് വന്ന് തന്നെ മറുപടി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സാധാരണഗതിയിൽ കുഞ്ഞാലിക്കുട്ടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നുള്ളത് പതിവല്ല. കെ എം ഷാജി അതിന് നേരെ തിരിച്ചുമാണ്. അതുകൊണ്ട് തന്നെ കെ എം ഷാജി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പൂരം കലക്കലും അതോടൊപ്പം തന്നെ ഈ മുനമ്പം വിഷയമൊക്കെ വഷളാക്കിയതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള സംഘീബന്ധത്തെ തുടർന്നാണ് എന്നുള്ള കാര്യം കൂടി വിമർശന വിധേയമായി ചന്ദ്രിക തന്നെ മുഖപത്രം എഴുതുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഏതായാലും മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ CPM തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സാദിഖ് അലി, പ്രത്യേകിച്ച് ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് അത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് ഒരു വിള്ളൽ വീഴ്ത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് പിണറായി വിജയൻ്റെ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ സമസ്തയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. സമസ്തയുടെ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ളത് എന്ന് തന്നെ മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായി ഭാഷയിൽ തന്നെ പ്രതികരിക്കാനുള്ള നീക്കമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്.